ഹായ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതാണ് കേട്ടോ മുൻവശം. ഇവിടെ മുഴുവൻ മരങ്ങളേനു. അപ്പോൾ അതെല്ലാം വെട്ടി മാറ്റിയിട്ടാണ് ഉള്ളത്. വിറകുണ്ട്, ചെറിയ ചെറിയ വലിയ വിറകുകൾ. നല്ല വെയിലായി അതുകൊണ്ട്. ഇന്നത്തെ നമ്മളെ ഈവനിങ് വീഡിയോയിൽ ഏട്ടനും ഉണ്ട് കേട്ടോ കൂടെ. അവർ നല്ല പരിപാടിയിലാണ്. എന്താ ചെയ്യുന്നേ? കുഞ്ചു ഒരു ഹായ് പറയാ. നാണം വന്ന് കുഞ്ഞു ഒരു ഹായ് പറഞ്ഞ. എന്താ എത്ര ചെണ്ടക്കോലായി? രണ്ടെണ്ണായി. അപ്പൊ ഇവരെ പരിപാടിയിലേക്കുള്ള നമ്മളെ മാളൂനെല്ലാം ആളേലാക്കിയതാ. കുട്ടനെ കണ്ട സുന്ദരനായിട്ട് അവിടെ കിടക്കുന്നു. എന്നാ മാളു, നിങ്ങക്ക് പുല്ലൊന്നും തന്നിട്ടില്ല. വാ ദേഷ്യം. ഇതാ കേട്ടോ നമ്മളെ വീടിൻ്റെ ചുറ്റുപാട്. പുല്ല് വെച്ചിട്ടുണ്ട്. കുഞ്ഞാ അതെന്തിനാ? രണ്ട് കോല അകത്ത് ആക്കി വെച്ചിട്ടുണ്ടല്ലോ. രണ്ട് ജോഡിയായില്ലേ? ഇതാ അച്ഛൻ്റെ അടുക്ക. ഇനി എന്തിനാ? നമ്മളെ പാലിന്റെ കുപ്പിയും കൊണ്ട് വന്നതാ കേട്ടാ. പാല് കിട്ടീന്. പിന്നെ പക്ഷെ കുട്ടിയാണ് എത്തിച്ച് പറഞ്ഞ പിന്നെ ഓർമ്മയുണ്ടാവില്ല. പോകുമ്പോ കൊടുക്കാൻ കഴിച്ചാലും ഓർമ്മയുണ്ടാവില്ല. അത് പോരാന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചതാ. രണ്ടാമത്തെ പോലെ ഉണ്ടാക്കലാന്ന് കേട്ടാ. ആ കൈയും വെച്ചിട്ട് കളിക്കാൻ പറ്റുന്ന എല്ലാ കുരുത്തക്കേടും കളിക്കണം കേട്ടാ. കവലേച്ചനെടുക്കാൻ പാട് ചെടിയില്ലേ അല്ലേ? മഴയത്ത് എടുക്കണം. ഒരു ചെക്കി മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി തെച്ച മാള് നിന്ന് തീർത്തിന്. ഈ കാണുന്ന ചെടിച്ചട്ടി ഞാൻ ഏട്ടനുണ്ടാക്കിയതാണ് കേട്ടാ. ചേരി വെച്ചിട്ട് അതിന് ചുറ്റും ചൂട് ചുറ്റിയിട്ട് ഇങ്ങനത്തെ 2-3 ചെടിച്ചട്ടി ഏട്ടനുണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലത്തെ വള്ളിച്ചെടികളാണ് നട്ടിട്ടുള്ളത്. അതിലൊന്ന് ഇളകിപ്പോയിന്, ബാക്കി 2 നല്ല വൃത്തിയായിട്ട് ചേട്ടന് കൊണ്ടു കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ പണി തുടങ്ങാൻ കേട്ടാ. കാണിച്ചിട്ട് എന്തെങ്കിലും കൂടിയാണ് കേട്ടോ പോവുക. അത്രയേ ഉള്ളൂ ദൂരം. രണ്ടാളും അടുത്തടുത്താണ് നിൽക്കുന്നത്. നമ്മൾ തറവാട്ടിൽ നമ്മുടെ ഏട്ടനൊക്കെ പോക്കാന്ന് കേട്ടാ. ഹായ് ശിവേച്ചി. മുള്ളറച്ചാ ഇതാണ് കേട്ടോ നമ്മളെ അയൽവാസി ശിവേച്ചി. വിറകായുന്ന തിരക്കാണ്. പോട്ടെ. എന്താ നമ്മൾ നേരത്തെ കണ്ട കമലേച്ചിൻ്റെ വീടിൻ്റെ അടുക്ക് എത്താനായി. അപ്പോൾ എന്താ കാണുന്ന വീടാണ് കേട്ടോ നമ്മളെ കമലേച്ചീൻ്റെ വീട്. കമലേച്ചിൻ്റെ മോൻ്റെ കുട്ടിയാണത്, മാളു. എന്താണ് കേട്ടോ കമലേച്ചീൻ്റെ വീട്. എന്താ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരുപാട് ചെടികളുണ്ടെന്ന്. ഒരുപാടുണ്ട്. എല്ലാം കൂട്ടക്കനി ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ തിരിയാത്തത്. കമലേച്ചി തനായി
ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി. എൻ്റെ അമ്മേൻ്റെ രണ്ടാമത്തെ മോൻ്റെ വീടാണ്. മൂത്ത മോൻ്റെ വീട് തൊട്ടപ്പുറത്താണ്. ഇവർ രണ്ടാളും അടുത്തടുത്താണ് താമസിക്കുന്നത്. ഏച്ചീൻ്റെ മഞ്ഞൾ കഴിച്ചിട്ട് അത് കഴുകി വൃത്തിയാക്കലാണ്. പിള്ളേർ വന്നെന്ന് തോന്നുന്നു. അവരോടാന്ന് തോന്നുന്നു ചേച്ചി സംസാരിക്കുന്നത്. അതെ ഏട്ടാ, അവരോട് തന്നെയാണ്. അവരിവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ സൈക്കിൾ ഓടിക്കാൻ പോയിന്. ഏട്ടനാന്ന് കൂട്ടി പോയിന് കേട്ടാ. അപ്പോൾ എന്താ അങ്ങനെ വരുന്ന കാണുന്നതാണ് ഏട്ടൻ. ഞാൻ സൂം ചെയ്താൽ വിട്ടുപോയി. ഒരാളവിടെ തങ്ങിയിട്ടുണ്ട്. ഇനി അയാളെ ഇങ്ങ് കയറ്റണം. ഇത് മൂത്ത ഏട്ടൻ്റെ മോള് ശ്രീവേണി, മിന്നു എന്ന് വിളിക്കും. ഇത് രണ്ടാമത്തെ ഏട്ടൻ്റെ മോള് അലേക്ക, പൊന്നു എന്ന് വിളിക്കും കേട്ടോ. മിന്നു, പൊന്നു. ഇതാണ് ഏട്ടാ മൂത്ത ഏട്ടൻ. ഏട്ടൻ്റെ വീടാണിത്. അമ്മ പാലും കൊണ്ടുപോയി വന്നിട്ട് വിറകായാൻ തുടങ്ങിയല്ലേ. രാവിലെ വെയിലായോണ്ട് നിർത്തിവെച്ച് വൈകുന്നേരം തുടങ്ങി. മുറിക്കല്ല വാതിലോട്ട്. വാതിൽ അച്ഛനങ്ങനെ വീടലാക്കി തന്നെ. വീടിനുള്ളെന്നോളെ